പ്രിയ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സമാധാനത്തിനായി കാംക്ഷിക്കുന്ന ഒരു ലോകത്തിന് മുന്നിലേക്കാണ് പ്രത്യാശയുടെ സന്ദേശവുമായി വീണ്ടും ഈസ്റ്റർ എത്തുന്നത്. യുദ്ധം എവിടെയോ നടക്കുന്ന ഒന്ന് എന്ന് കരുതിയവർ പോലും ഇന്ന് പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് പ്രവാസി മേഖലയാണ്. പ്രവാസി മേഖലയിൽ ഉള്ള നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ വളരെ ആശങ്കയോടെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ക്രിസ്തു ലോകത്തിന് നൽകിയതായ സമാധാനത്തിൻ്റെ വാഹകരായി പ്രവർത്തിക്കുന്നവർ സംഹാരദൂതരായി പ്രവർത്തിക്കുന്നതാണ് ഇന്നത്തെ വിരോധാഭാസം. അതുകൊണ്ട് ക്രിസ്തീയ സമാധാനത്തിൻ്റെ വാഹകരായി ഈ ലോകം മുഴുവൻ മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒരു സത്യമാണ്. ആ സത്യം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിന് മുഴുവനും സമാധാനവും സന്തോഷവും ഉണ്ടാവണമെന്നുള്ളതാണ്. അതുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള അസമാധാനങ്ങളെയും തുടച്ചു നീക്കുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന് നമ്മുടെ ലോക രാഷ്ട്രങ്ങൾക്കും നേതാക്കൾക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായി തീരുവാൻ ഇടയാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. വലിയ താമസമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതിനും ലോകം മുഴുവനും സമാധാനത്തിൻ്റെ തീരത്ത് സന്തോഷമായി ജീവിക്കുന്ന ഒരു പൊൻപുലരി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയംഗമായ ആശംസകൾ നേരുന്നു.